ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയേഷ്യൻ സ്റ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് MCMC മാർക്കോവ് ചെയിൻ മോണ്ടെ കാർലോ മെത്തേഡ് ആൻഡ് സെക്കൻഡ് ടോപ്പിക് കോയിൻ ടോസ് ബയേഷ്യൻ ഇൻഫറൻസ്. ഈ രണ്ട് ടോപ്പിക്കും നമുക്ക് പറയുന്നത് ഒരു സിമ്പിൾ കോയിൻ എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം, അതാണ് ഈ ഒരു രണ്ട് കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the concept of Markov chain Monte Carlo and its role in Bayesian computation. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു ഇവൻറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഇവൻ്റ് എന്തെങ്കിലും ഒരു സംഭവിക്കുവാണെങ്കിൽ ആ ഇവൻ്റ് സംഭവിക്കാനുള്ള ഒരു ടെൻഡൻസി, അതാണ് എന്തെന്ന് പ്രോബബിലിറ്റി മീൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണ സമയത്ത് നമുക്കൊന്നില്ലെങ്കിൽ ഹെഡായിരിക്കാം അവിടെ കിട്ടുന്നത്. ചിലപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ടെയിലാകാം. അപ്പം ഹെഡിൻ്റെയും ടെയിലിൻ്റെയും പ്രോബബിലിറ്റി എന്താ, ചില സമയത്ത് നമുക്ക് എന്താ ഒരു ഈക്വൽ വേയിലായിരിക്കാം അവിടെ പോകുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡ് കോയിനും അതുപോലെ തന്നെ ടെയിൽ കോയിനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോബബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു 0.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. ദാറ്റ് മീൻസ് ബോത്ത് ആർ ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു കറസ്പോണ്ടിങ് കോയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒരു ഫെയർ കോയിൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ പ്രോബബിലിറ്റി വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ റേഷ്യോ നമ്മളവിടെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മളെപ്പോഴും പ്രോബബിലിറ്റി അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ അറിയേണ്ടത്. പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമാണ് ബയേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ബയേഷ്യൻ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ ന്യൂ ഡാറ്റ ഐറ്റംസുകളും നമ്മൾ വരണ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന, അതായത് നമുക്ക് എന്താണോ നേരത്തെ ഉള്ളത് അതിൽ നിന്നും എക്സ്ട്രാ ചിലപ്പം ആ ഡാറ്റാസുകൾ എന്ത് വരും, അവിടെ അപ്ഡേഷൻ വരും. അപ്പം അങ്ങനത്തെ ഒരു ടെൻഡൻസി അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് എന്തെന്ന് ബയേഷ്യൻ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബയേഷ്യൻ സ്റ്റാറ്റിക്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യണത് ബേസ് തിയറത്തിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബയേഷ്യൻ സ്റ്റാറ്റിക്സ് നമ്മൾ ഫോം ചെയ്യണത്. അപ്പോൾ ബേസ് തിയറം എന്ന് പറയണത് നമ്മൾ പോസ്റ്റീരിയർ ഈക്വൽ ടു പ്രിയർ ഇൻറ്റു ലൈക്ലിഹുഡ് ഡിവൈഡഡ് ബൈ എവിഡൻസ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പം പ്രിയർ എന്ന് പറയണത് നമ്മുടെ പ്രെയർ കണ്ടീഷൻ മീൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണോ, അതായത് നമുക്ക് എന്താണോ ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ കറസ്പോണ്ടിങ് ആ ഡാറ്റയിൽ വന്നിരിക്കുന്ന ഫോർമേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു കോയിൻ നമ്മളിപ്പോൾ ഫെയർ ആണെന്ന് നമുക്ക് തോന്നുക. ദാറ്റ് മീൻസ് ഫെയർ മീൻസ് ബോത്ത് ഹെഡ് ആൻഡ് ടെയിൽ കണ്ടീഷൻസ് ആർ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് അതെന്താ ഒരു പ്രയർ കണ്ടീഷനാണ്, മുന്നേ അതെന്താ ഓൾറെഡി എന്താ ചെയ്തിട്ടുള്ളൊരു ഫോർമേഷനാണ് എന്തെന്ന് ആ ഒരു പ്രയർ ഡാറ്റയിലൂടെ നമുക്ക് ഫോം ചെയ്യണത്. അതായത് ബിഫോർ സീയിങ് ഡാറ്റയാണ് എന്തെന്ന് പ്രയർ എന്ന് പറയണത്. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ. അതായത് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സേർവിങ് ആണ്. നമ്മൾ എന്താണോ, അതായത് ഒരു വാല്യൂ നമ്മളുണ്ടെങ്കിൽ ആ വാല്യൂ ശരിയാണെന്ന് നമുക്ക് എന്താ ഉറപ്പ് വന്നാൽ മാത്രമേ ആ ഡാറ്റ നമുക്ക് അവിടെ ഉണ്ടാകുള്ളൂ, ആ ഡാറ്റ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളൊരു കോയിനെ നമ്മൾ 10 ടൈംസ് നമ്മൾ ടോസ് ചെയ്തു. അപ്പോൾ 10 ടൈംസ് ടോസ് ചെയ്ത സമയത്ത് ചിലപ്പോൾ എനിക്ക് ഹെഡ് 7 ടൈംസ് ആയിരിക്കാം വരുന്നത്. അപ്പോൾ എനിക്ക് ടൈൽ എന്ന് പറയുന്നത് എന്താ 3 ടൈംസ് ആയിരിക്കും ഇനി വരാനുള്ള ടെൻഡൻസി ഉള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു പ്രോബബിലിറ്റി കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത് എപ്പോഴും തീറ്റ വെച്ചിട്ടാണ്. അപ്പോൾ തീറ്റയുടെ ഒരു ടെൻഡൻസിയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണത്, അനലൈസ് ചെയ്യണത്. അപ്പോൾ ഈ ഡാറ്റ കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈക്ലിഹുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോം ചെയ്യണത്. പിന്നെ വരുന്നതാണ് എവിഡൻസ്. എവിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡാറ്റ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു മൊത്തം പ്രോബബിലിറ്റി വേണം. ആ ഒരു മൊത്തം പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എവിഡൻസ് എന്ന് പറയുന്നത്.
അപ്പം എല്ലാ പോസിബിൾ തീറ്റ വാല്യൂസും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എവിഡൻസ് എപ്പോഴും എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക പെർഫോം ചെയ്യുന്നത്. അപ്പം ഡാറ്റയുടെ അതായത് ആകെയുള്ളൊരു പ്രോബബിലിറ്റിയാണ് എന്തെന്ന് എവിഡൻസിലും നമ്മൾ ഫോം ചെയ്യണത്. അപ്പം ഈ പ്രയറും ലൈക്ലിഹുഡും എവിഡൻസും കൂടി ചേരുന്നതാണ് എന്തെന്ന് നമ്മുടെ പോസ്റ്റീരിയർ കണ്ടീഷൻ. പോസ്റ്റീരിയർ കണ്ടീഷൻ മീൻസ് ആഫ്റ്റർ സീയിങ് ഡാറ്റയാണ്. അതായത് ഒരു ഡാറ്റ നമ്മൾ കണ്ട് അതിനുശേഷം ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു എന്ന് നമ്മൾ ഫോം ചെയ്യുക. ഇപ്പം നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് 7 ഹെഡ് കിട്ടി അല്ലേ? ആ 7 ഹെഡ് കിട്ടിയിരിക്കുന്നത് നമ്മൾ എന്താ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഫോം ചെയ്യും. അപ്പം അതാണ് എന്തെന്ന് പോസ്റ്റീരിയർ കണ്ടീഷനായിട്ട് നമ്മൾ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് നമ്മുടെ ബൈ ബേസ് തിയറമായിട്ട് നമ്മൾ അവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോൾ പ്രയർ കണ്ടീഷൻ മീൻസ് എന്താ ഒരു ഇനീഷ്യൽ ബിലീഫ് ബിഫോർ ദി സീയിങ് ഡാറ്റയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹെഡ് വരാനും ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ ഒരു ഈക്വൽ ചാൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ടോസും ഹെഡിൽ എന്താ നമ്മളൊരു ടോസ് ചെയ്യണ സമയത്ത് ഹെഡും ടെയിലും അവിടെ എന്തായിരിക്കും ഈക്വൽ ചാൻസ് വരാം. അതാണ് എന്തെന്ന് ബിഫോർ സീയിങ് ഡാറ്റയാണ് നമ്മുടെ എന്തെന്ന് പ്രയർ കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ലൈക്ലിഹുഡ് ടേം. ദാറ്റ് മീൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ സെറ്റാണ് എന്തെന്ന് നമ്മൾ ലൈക്ലിഹുഡിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒബ്സർവ് ചെയ്ത സമയത്ത് എൻ്റെ കോയിനിൽ ഹെഡ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്, ബാക്കി ടൈൽ എന്ന് പറയുന്നത് 1 ടൈമാണ് ഉള്ളത്. അപ്പം അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള റിസൾട്ടൻ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പോസ്റ്റീരിയർ. പോസ്റ്റീരിയർ എന്ന് പറയുന്നത് നമ്മൾ ആഫ്റ്റർ സീയിങ് ഡാറ്റയാണ്. അതായത് ബിഫോർ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ഹെഡും ടൈലും ഈക്വൽ ആയിരുന്നു. ആഫ്റ്റർ നമ്മൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് അതായത് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഡാറ്റയും കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും പ്രോബബിലിറ്റി ചെക്ക് ചെയ്ത സമയത്ത് ഹെഡ് എന്താ ചെയ്തു കൂടുതലായിട്ട് വന്നു. അപ്പോൾ സോ ബാക്കി ടൈൽ റിമൈനിങ് എന്തായി വന്നു 0.3 ആയിട്ട് അവിടെ ഫോം ചെയ്തു. അപ്പോൾ അതാണ് നമുക്ക് എന്താ കുറച്ചും കൂടി നമുക്ക് അവിടെ പ്രോബബിലിറ്റി എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സ്ലൈറ്റ്ലി ഒരു മൂവ്മെൻ്റ് ആണ് അവിടെ എന്ത് ചെയ്തേക്കണത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് ബേസ് തിയറം എന്ന് പറയണത്. പിന്നെ നമ്മൾ മെയിൻലി അതായത് മാർക്കോ ചെയിൻ മോണ്ടെ കാർലോ മെത്തേഡാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ പ്രോബബിലിറ്റി എന്ന് അറിയണം. അതുപോലെ തന്നെ ബയേഷ്യൻ സ്റ്റാറ്റിക്സ് എന്താണെന്ന് അറിയണം. അതായത് ബേസ് തിയറം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മാർക്കോ ചെയിൻ റൂൾ എന്താണെന്നുള്ളത് നോക്കാനായിട്ട്. അപ്പം മാർക്കോ ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ന്യൂ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കറൻറ്റ് വാല്യൂവിനെ നമ്മളിപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും അതൊരു പാസ്റ്റ് സ്റ്റേറ്റിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വെതർ കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മളിപ്പം ഇന്നത്തെ കണ്ടീഷനും നാളത്തെ കണ്ടീഷനുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ കണ്ടീഷനും നാളത്തെ കണ്ടീഷനും വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ റെയിനി കണ്ടീഷൻ ആയിരിക്കാം, ചിലപ്പോൾ നാളെ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കാം വീണ്ടും ചിലപ്പോൾ റെയിനി ആകാം. അതുപോലെ ചിലപ്പോൾ ഇന്ന് റെയിനി ആയിരിക്കാം, പക്ഷേ നാളെ എന്താകാം സണ്ണി ആകാം. അതായത് ഒരു 70% അവിടെ റെയിനി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരു 30% ആയിരിക്കാം അവിടെ എന്ത് ചെയ്യുക സണ്ണി പെർഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഒരു ഫ്യൂച്ചറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് ഇന്നത്തെ സ്റ്റേറ്റിനെ നമുക്കവിടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ബേസ്ഡ് ഓൺ മെത്തേഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് മാർക്കോവ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പം ന്യൂ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ഓൺലി ദി കറൻറ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ആ ന്യൂ വാല്യൂവിനെ നമ്മളവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് മാർക്കോ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മാർക്കോ ചെയിൻ മോണ്ടെ കാർലോ മെത്തേഡാണ്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ള മെത്തേഡാണ് എന്തെന്ന് മോണ്ടോ കാർലോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം മോണ്ടോ കാർലോ മെത്തേഡ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് മോണ്ടോ കാർലോ മെത്തേഡ് നമ്മളവിടെ പെർഫോം ചെയ്യുക. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 75 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? ഈ ക്ലാസ്സിൽ 75 സ്റ്റുഡൻസിൽ നിന്ന് ഒരു 10 സ്റ്റുഡൻസിനെ ഞാൻ പിക്ക് ചെയ്യുക.
അപ്പം ഞാൻ പിക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ അതായത് പാസ് പെർസെൻറ്റേജ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രം പിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കവിടെ കറക്റ്റായിട്ട് അവിടെ പാസ് ചെയ്തിരിക്കുന്ന പിള്ളേർ ഏതൊക്കെയാണ്, അതായത് ഫെയിൽ ആയിരിക്കുന്ന പിള്ളേരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അതൊരു പ്രോബ്ലം ആയിട്ട് അവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടി അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റാൻഡമായിട്ട് ഒരു 10 പേരെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അപ്പോൾ റാൻഡമായിട്ട് 10 പേരെ സെലക്ട് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പാസിൻ്റെ അതായത് പാസ് സ്റ്റുഡൻസ് ചിലപ്പോൾ റാൻഡംലി ഞാൻ എടുക്കുന്നത്. അപ്പോൾ റാൻഡംലി എടുത്ത സമയത്ത് അവിടെ ചിലപ്പോൾ പാസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 8 പേരായിരിക്കും അവിടെ പാസ്സായിട്ടുള്ളൂ. ചിലപ്പോൾ അപ്പോൾ 8 പേര് പാസ്സായി എന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ പാസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 8/10. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 0.8 ആണെന്നുള്ളത് നമുക്ക് ആ ഫുൾ പാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുക. അതായത് റാൻഡംലി നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാസിനെ ഫോക്കസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ നമ്മൾ ഡ്രോ ചെയ്യണേണ് അല്ലേ. അപ്പോൾ ആ സ്ക്വയർ ഡ്രോ ചെയ്യണേണ്, ആ സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്യണേണ്. അപ്പോൾ സർക്കിൾ ഡ്രോ ചെയ്യണ സമയത്ത് നമ്മൾ റാൻഡംലി ഏതെങ്കിലും പോയിന്റ്സുകൾ എടുത്തിട്ടായിരിക്കും അവിടെ സർക്കിൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ചിലപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകാം, വേറെ ഏതെങ്കിലും ഡാറ്റാസുകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യാം. അപ്പം നമ്മൾ ഓരോ വാല്യൂസുകളും അതായത് നമ്മൾ റാൻഡംലി ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണത്, ഫോം ചെയ്യണത്. അപ്പോൾ ആ സർക്കിൾ അവിടെ ഫോം ചെയ്യണ സമയത്ത് വേറെ ഏതെങ്കിലും പോയിന്റ്സുകൾ അവിടെ എന്ത് ചെയ്യാം, ഇൻസൈഡ് ദി സർക്കിളിൽ അവിടെ ഫോം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ബേസ്ഡ് ഓണിൽ വെച്ചിട്ടാണ് നമ്മുടെ പൈയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ ഐറ്റത്തിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 78 ആണെന്ന് അസ്യൂം ചെയ്യും. എൻ്റെ ടോട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് മൊത്തം എനിക്ക് 100 പോയിന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പൈയുടെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ 4 × പോയിന്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോയിന്റ് ആണ്. അപ്പം പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് 78 പോയിന്റ്സ് ആണ്. അതിൻ്റെ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് എത്രയാണ്, 100 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി റേഷ്യോ എന്ന് പറയുമ്പോൾ 3.12 ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ ആക്ച്വൽ പൈൻ്റെ വാല്യൂ 3.14 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം റാൻഡം വാല്യൂസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു റിസൾട്ടിന് അവിടെ എസ്റ്റിമേറ്റ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, മോണ്ടെ കാർലോ മെത്തേഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ മോണ്ടെ കാർലോ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഡിഫിക്കൾട്ടായിരിക്കും. അതായത് മാത്സ് പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഡിഫിക്കൾട്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ആൻസർ കിട്ടാനായിട്ട് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകാൻ, ചിലപ്പോൾ ടെൻഡൻസി ഇല്ലാതിരിക്കുക. അപ്പോൾ കോമൺലി നമ്മളിവിടെ മോണ്ടെ കാർലോ മെത്തേഡ് മെയിൻലി യൂസ് ചെയ്യണത് മെഷീൻ ലേണിങ്, അതുപോലെ AI, പിന്നെ ഫിസിക്സിൽ, പിന്നെ ഫിനാൻസിൻ്റെ കേസിൽ, ഗെയിമിൽ, റിസ്ക് അനാലിസിസിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് മോണ്ടെ കാർലോ മെത്തേഡ് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അതിനാണ്, അതായത് റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോണ്ടെ കാർലോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് മാത്രം ആലോചിച്ചാൽ മതി. നമുക്കിപ്പം ഒരു ചാൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റത്തിന് നമ്മളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു വാല്യൂസ് നമ്മൾ റാൻഡമായി തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ റാൻഡം സാമ്പിളിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിംഗ് ആണ് മോണ്ടെ കാർലോ മെത്തേഡ് എന്ന് പറയുന്നത്. ചെയ്യുന്നതാണ് MCMC മെത്തേഡ്. ദാറ്റ് മീൻസ് മാർക്കോവ് ചെയിൻ മോണ്ടെ കാർലോ മെത്തേഡ്. അതായത് അത് കമ്പൈൻ ചെയ്യണത് 2 ഐഡിയാസ് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യണത്, മാർക്കോവ് ചെയിനും റാൻഡം സാമ്പിളിങ്ങും വെച്ച്. അതായത് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് ഒരു കോംപ്ലക്സ് പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് MCMC മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് വാല്യൂവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഓൺ ദി കറൻറ്റ് വാല്യൂ ആയിട്ടാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ പ്രീവിയസ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് മാർക്കോവ് ചെയിൻ. മോണ്ടെ കാർലോ എന്ന് പറയുമ്പോൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആൻസറിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് MCMC ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യണത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു നമ്മുടെ മെയിൻ ഒരു ഗോൾ എന്ന് പറയുന്നത് ഹെഡ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ തീറ്റയുടെ, അതായത് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ഞാൻ ചിലപ്പോൾ 0.5 ആയിട്ടായിരിക്കും വെക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതൊരു ഈക്വൽ ചാൻസ് അവിടെ വരാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു വാല്യൂ എന്ന് പറയുന്നത് റാൻഡംലി ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പുതിയ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആകാം. അപ്പം നമുക്കൊന്നില്ലെങ്കിൽ നമുക്ക് ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിജക്റ്റ് ചെയ്ത് കളയിട്ട് എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് മെയിൻലി MCMC മെത്തേഡ് ഫോക്കസ് ചെയ്യുന്ന പറയുന്നത് ഫസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റാൻഡംലി നമ്മൾ വാല്യൂസിനെ പിക്ക് ചെയ്ത് ആ ഡാറ്റാസിനെ നമുക്ക് ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയും. എന്നിട്ടൊരു പുതിയ വാല്യൂയാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് ആ സാമ്പിൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫൈനൽ ആൻസർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾക്ക് ചോദിക്കാം, ഇനി MCMC മെത്തേഡ് നമ്മൾ എന്തിനാണ് നമുക്ക് ആവശ്യം, അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത്. അപ്പം മെയിനായിട്ട് MCMC മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത്, നമ്മളിപ്പോൾ ഇവിടെ കേസിൽ പറഞ്ഞു, നമ്മുടെ ബേസ് തിയറം നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് പോസ്റ്റീരിയർ ഈക്വൽ ടു ലൈക്ലിഹുഡ് ഇൻറ്റു പ്രയർ ഡിവൈഡഡ് ബൈ എവിഡൻസ് ആണ് നമ്മുടെ ബേസ് തിയറം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മളിവിടെ പോസ്റ്റീരിയറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് P of theta given D, ആൻഡ് പ്രയറിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് P of theta, ലൈക്ലിഹുഡ് റെപ്രസെൻറ്റ് ചെയ്തതാണ് P of D given theta, ആൻഡ് എവിഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് P of D എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഡയറക്റ്റ് കാൽക്കുലേഷൻസ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യണത്, അവിടെ ഫോം ചെയ്യണത്. അപ്പം ഇവിടുത്തെ കേസിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ P of Dയുടെ കാൽക്കുലേഷനാണ്. നമ്മുടെ P of Dയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം P of D എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു ഇക്വേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പം ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇൻ്റഗ്രേഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് നമുക്ക് പഠിക്കാൻ തന്നെയാണെങ്കിലും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു ഡയറക്റ്റ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ വെരി ഹാർഡ് ഫോർ കോംപ്ലക്സ് മോഡൽസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി വേയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, MCMC മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് പ്രോബ്ലംസുകൾ, അതേപോലെ AI മോഡൽസ്, പിന്നെ ബയേഷ്യൻ ഇൻഫറൻസ്, മെഡിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ ഡീപ്പ് ലേണിങ്ങിൽ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, MCMC മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം അതായത് MCMC എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരേ സമയം നമ്മൾക്കിപ്പോൾ ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റാൻഡംലി നമ്മൾ വാല്യൂ ജനറേറ്റ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, അത് സോൾവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് MCMC മെത്തേഡ് എന്ന് പറയുന്നത്. ഓൾറെഡി സ്റ്റെപ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഡയറക്റ്റ് നമുക്കൊരു പ്രോബ്ലം ടോസ് ചെയ്യും, അതായത് കോയിൻ ടോസിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണത്, അതിൻ്റെ പാരാമീറ്റേഴ്സുകളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. അപ്പം നമ്മളിവിടെ പറഞ്ഞ ഒരു ബയേഷ്യൻ ഇൻഫറൻസ് മോഡലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയേഷ്യൻ ഇൻഫറൻസ് മോഡൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ MCMCയിലേക്ക് ആ ബയേഷ്യൻ ഇൻഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് തിയറത്തിലേക്ക് നമ്മൾ MCMCയും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, തീറ്റ മീൻസ് ഞാനിവിടെ ഒരു പ്രോബബിലിറ്റി ഹെഡ് ആയിട്ടാണ് ഞാനിവിടെ തീറ്റനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഓൾറെഡി അറിയാം പ്രോബബിലിറ്റിയുടെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലാണ്. അപ്പോൾ എൻ്റെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിട്ടാണ്, ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഞാൻ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ തീറ്റയുടെ വാല്യൂയുടെ ഒരു ടെൻഡൻസി ഞാൻ കൊടുത്തേക്കുക. അതായത് തീറ്റയുടെ വാല്യൂ, എൻ്റെ ഹെഡ് വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ബോത്ത് ആർ ഈക്വൽ ആയിരിക്കാം, ഹെഡും ടൈലും എനിക്ക് ഈക്വൽ ചാൻസിൽ വരാനുള്ള ടെൻഡൻസി ഉണ്ടാകാം. ദാറ്റ് മീൻസ് അത് ഫെയർ കോയിൻ ആണ്. അതുപോലെ ചില കേസിൽ എൻ്റെ ഹെഡ് കോയിന് എന്തായിരിക്കാം, ഹെഡ് പാർട്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് മോറായിട്ട് വരുന്നത്, ചില കേസിൽ എനിക്ക് ടൈൽ പാർട്ടായിരിക്കാം കുറച്ചും കൂടി മോറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓരോ പാരാമീറ്റേഴ്സിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്ത് വെക്കുക. അതായത് ഓരോ പാരാമീറ്റേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രയർ ബിലീഫ്. നമുക്കറിയാം ബേസ് തിയറം നമ്മൾ യൂസ് ചെയ്യണത് തന്നെ എന്ന് പറയുന്നത് പ്രയർ ഇൻറ്റു ലൈക്ലിഹുഡ് ഡിവൈഡഡ് ബൈ എവിഡൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എവിഡൻസ് എന്ന് പറയുന്ന
സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എവിഡൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു നോർമലൈസ്ഡ് ആക്കിയാണ് നമ്മൾ വെക്കുന്നത്. കാരണം എവിഡൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം കുറച്ചും കൂടി എന്താകും, കോംപ്ലക്സ് ആകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, എവിഡൻസിന് അവിടെ മാറ്റി അങ്ങ് നിർത്തും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രയർ ബിലീഫ്. അതായത് പ്രയർ ബിലീഫ് നമുക്കറിയാം ബിഫോർ സീയിങ് ഡാറ്റയാണ്. അതായത് ബിഫോർ ദി എക്സ്പെരിമെൻറ്റിൽ നടന്നിരിക്കുന്ന നമുക്ക് ഡാറ്റാസുകളാണ് നമ്മൾ പ്രയർ ബിലീഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രയർ ബിലീഫിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, തീറ്റയുടെ വാല്യൂ, അതായത് എൻ്റെ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് എന്തെന്ന്, ബീറ്റ ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഇവിടെ ആൽഫ വിൽ ബി ആക്ട് ആസ് എന്തായിരിക്കും, 2 ആയിട്ടായിരിക്കും ഞാൻ ആക്ട് ചെയ്യുന്നത്. ബീറ്റ എന്ന് പറയുന്നത് 2 ആയിട്ടായിരിക്കും ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ബോത്ത് ആർ ഈക്വൽ കണ്ടീഷനാണ് എനിക്ക് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആൽഫ 2 പ്രാവശ്യം ചെയ്തു, ബീറ്റയും ഞാൻ 2 പ്രാവശ്യമാണ്. അതായത് പ്രയർ ഹെഡും പ്രയർ ടൈലും നമുക്ക് അവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പോൾ അവിടെ ന്യൂട്രൽ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ പ്രീവിയസ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബിഫോർ ദി എക്സ്പെരിമെൻറ്റിന് മുന്നേ നമുക്ക് അവിടെ റിസൾട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പീക്ക് പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് വന്നു, 0.5 ആണ്. ദാറ്റ് മീൻസ് എന്താ, അത് ആ റേഷ്യോ എന്ന് പറയുന്നത് എറൗണ്ട് കോയിൻ ലൈക്ലി ഫെയർ കണ്ടീഷനിലായിട്ടാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 3യിലേക്ക് ഫോം ചെയ്തേക്കാം. അപ്പോൾ സ്റ്റെപ്പ് 3 മീൻസ് ഉദ്ദേശിക്കുന്നത് എക്സ്പെരിമെൻറ്റിനെ നമ്മൾ പെർഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രയർ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകേണ്ടത് എന്താ, ലൈക്ലിഹുഡാണ് അല്ലേ. അപ്പോൾ ലൈക്ലിഹുഡ് മീൻസ് എന്താ, ഒബ്സർവ് ചെയ്യണം ഡാറ്റാസിനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുവാണ്. ഞാൻ കോയിൻ ടോസ് ചെയ്തത് 10 ടൈംസ് ഞാൻ ടോസ് ചെയ്തു. അപ്പോൾ 10 ടൈംസ് ഞാൻ കോയിൻ ടോസ് ചെയ്തേക്കുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഞാൻ കോയിൻ എന്ത് ചെയ്തു, 10 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ അവിടെ റിസൾട്ട് അവിടെ ഫോം ചെയ്തു. അപ്പോൾ റിസൾട്ട് ഫോം ചെയ്തപ്പോൾ എൻ്റെ നമ്പർ ഓഫ് ടോസസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻഡിലാണ്. അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ടോസ് ചെയ്തിട്ടുണ്ട്, 10 ടൈംസ് ആണ് ടോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടോസസ് എന്തായി, 10 ആയി. ഇനി നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എത്രയാ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് കെയിലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്തായി, 7 ആയി. ഇനി ടൈൽ മീൻസ് എന്താ, n-k ആണ്. ബാക്കി റിമൈനിങ് എന്തായിരിക്കും അവിടെ വരുന്നത്, 3 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ലൈക്ലിഹുഡിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ലൈക്ലിഹുഡ് ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ എപ്പോഴും ആലോചിച്ചോളണം, പ്രയർ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യണത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ലൈക്ലിഹുഡിൽ നമ്മൾ യൂസ് ചെയ്യണത് എന്താ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മുടെ ലൈക്ലിഹുഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. നമുക്ക് അറിയാം പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ തീറ്റയാണ് അല്ലേ. ഡി ആക്ടേഴ്സ് ഡാറ്റയാണ്, തീറ്റ മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ആണ്. ഇനി കെ നമുക്കറിയാം നമ്പർ ഓഫ് ഹെഡ്സ് ആണെന്ന് അറിയാം. കെ മീൻസ് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടോസസ് ആണ്. എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് ലൈക്ലിഹുഡ് ടേം എന്ന് പറയുന്നത് തീറ്റ റൈസ് ടു 7 1 - തീറ്റ ദി ഹോൾ ക്യൂബ് എന്നുള്ള രീതിയിൽ കിട്ടും. ദാറ്റ് മീൻസ് ആ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഓഫ് തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു 7 ഹെഡും അല്ലെങ്കിൽ 3 ടൈലും വരാനുള്ള ഒരു പ്രോബബിലിറ്റി, അതായത് കിട്ടി, നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു എന്നാണ് അവിടെ എന്ത് ചെയ്യണത്, മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബേസ് തിയറത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക ഡയറക്റ്റ്. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇതാണ് പറയുന്നത്, പോസ്റ്റീരിയർ ഈക്വൽ ടു പ്രയർ ഇൻറ്റു ലൈക്ലിഹുഡ് ഡിവൈഡഡ് ബൈ എവിഡൻസ് ആണ്. ഇവിടെ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ബേസ് തിയറത്തിൽ ഒരു ഇൻ്റഗ്രൽ ടേം ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ കോംപ്ലക്സിറ്റി വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പി ഓഫ് ഡി ഞാൻ എന്ത് ചെയ്തു, ഒരു നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആക്കി ഞാൻ മാറ്റി. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസിയസ്റ്റ് വേയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ നമ്മുടെ പി ഓഫ് തീറ്റ ഗിവൺ ഡി എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് 2 ബേസിലാണ്. അതായത് ബീറ്റ പ്രയർ കണ്ടീഷൻ വഴിയും ബൈനോമിയൽ ലൈക്ലിഹുഡ് വഴിയും. നമുക്കറിയാം പ്രയർ എക്സ്പെരിമെൻ്റ് ചെയ്തത് എന്താ? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. ലൈക്ലിഹുഡ് ചെയ്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റീരിയറിൻ്റെ കേസിൽ നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പെർഫോം ചെയ്യണ ഇക്വേഷൻ എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ആൽഫ പ്ലസ് കെ, അതായത് ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ ഓഫ് ആൽഫ പ്ലസ് കെ കോമ ബീറ്റ പ്ലസ് എൻ മൈനസ് കെ. നമുക്ക് ഓൾറെഡി ഫെമിലറൈസ്ഡ് ആണ്. എന്തെന്ന്? ആൽഫയുടെ വാല്യൂ 2 ആണ്, ബീറ്റയുടെ വാല്യൂ 2 ആണ്, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 7 ആണ്. അപ്പം നമുക്ക് n മൈനസ് കെ എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സോ എൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? ആൽഫയും ബീറ്റയും നമ്മുടെ പ്രയർ ഡാറ്റാസിലുള്ള വാല്യൂസ് ആണ് അല്ലേ? പ്രയർ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ള വാല്യൂസ് ആണ് ആൽഫയും ബീറ്റയും. എന്നും അതായത് എന്നും കെയും എൻ മൈനസ് കെയും നമ്മുടെ ഇവിടെ നിന്ന് ഡാറ്റ, അതായത് നമ്മുടെ ഒബ്സർവിങ് ഡാറ്റയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് എന്നും എൻ മൈനസ് കെയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? ബീറ്റ ഓഫ് 9 5 എന്ന് കിട്ടി. അപ്പം നമുക്കറിയാം 9 ആക്ട് ചെയ്യുന്നത് ആൽഫ ആയിട്ടാണ്, 5 ആക്ട് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? ബീറ്റ ആയിട്ടായിരിക്കും. അപ്പം ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൽഫ കോമ ബീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാൻ? 9 5 ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? ഒരു പുതിയ റിസൾട്ട് ബീറ്റ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് അവിടെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് മീൻ പ്രോബബിലിറ്റി. അപ്പോൾ മീൻ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനാണ് മീൻ ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് ഒരിക്കലും നേരത്തെ നമ്മൾ 2 ആണ് ആൽഫക്ക് എടുത്തത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ആൽഫയുടെ വാല്യൂ 2 ആയിരിക്കില്ല, നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് വാല്യൂ ആണ് എന്തെന്ന് ഇവിടത്തേക്ക് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സോ ആൽഫ ആക്ട് ചെയ്യുന്നത് 9 ആയിട്ടും ബീറ്റ ആക്ട് ചെയ്യണത് എന്തായിട്ടായിരിക്കും? 5 ആയിട്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്തു? വാല്യൂ, ഒരു മീൻ വാല്യൂ നമുക്ക് കിട്ടി. അതാണ് എന്തെന്ന്? 0.64 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇനീഷ്യൽ പ്രെയർ കണ്ടീഷൻ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഹെഡ് കണ്ടീഷൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.5 ആയിരുന്നു എൻ്റെ പീക്ക് വാല്യൂ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്തു? അതായത് ഞാൻ പ്രയർ, അതായത് ബിഫോർ എക്സ്പെരിമെൻറ്റും എൻ്റെ ഒബ്സർവിങ് ഡാറ്റയും ഞാൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു എൻ്റെ അപ്കമിങ് ഫ്യൂച്ചർ ഡാറ്റ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഡാറ്റ എന്തായിരുന്നു? 0.64 ആണ്. അപ്പോൾ സോ അവിടെ എന്താ? സ്ലൈറ്റ്ലി അവിടെ മൂവ് ആണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കണ്ടീഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഹെഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 0.64 ആയിട്ട് അവിടെ മാറി. അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി ടൈൽ കണ്ടീഷൻ എന്തായിരിക്കും? 0.36 ആണ്. അപ്പോൾ അവിടെ ഒരു സ്ലൈറ്റ്ലി എന്താ? മൂവ്മെൻ്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0.4 എന്ത് ചെയ്തു? 0.64ലേക്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്തു? അവിടെ 0.64 ആണ് എൻ്റെ പീക്ക് കണ്ടീഷനായിട്ട് നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യണതാണ്, നമുക്ക് MCMCക്ക് നമുക്ക് കുറേ റോൾസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ മീനും വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോഡൽ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഹൈ ഡയമെൻഷണൽ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? MCMC മെത്തേഡ്സിൻ്റെ മെയിൻ റോളായിട്ട് നമ്മൾ പെർഫോം ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷീൻ ലേണിംഗ് പ്രോബ്ലംസുകൾ, അതുപോലെ ഡീപ്പ് ലേണിംഗ്, ബയേഷ്യൻ നെറ്റ്വർക്ക്സുകൾ, മെഡിക്കൽ ഡയഗ്നോസിസ്, AI റിസർച്ച്, ഇതിൻ്റെയൊക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യണത് എല്ലാം എന്താ? ഈ MCMC മെത്തേഡാണ്. ഇനി ഇതേ സെയിം മാനറിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ നോക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യനാണ് ഇംപ്ലിമെൻറ്റ് ദി ബയേഷ്യൻ ഇൻഫറൻസ് ഫോർ ആൻ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ബീറ്റ പ്രയർ ആൻഡ് ബൈനോമിയൽ ലൈക്ലിഹുഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എഴുതിയില്ലേ? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ്റെയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും, അതായത് ഈ ഒരു എക്സാമ്പിളാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്.